പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള അഡ്വർടൈസ്മെൻ്റൊക്കെ നമ്മൾ പലപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഏറ്റവും വലിയ വില കൊടുക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ ഇൻ്റലിജൻസ് ഫെയില്യുവർ. നമ്മുടെ ഇറാനിന് പറ്റിയത് എന്താണെന്നറിയാവോ? ബിഗ് ഇൻ്റലിജൻസ് ഫെയില്യുവർ. ഒരു കൊച്ചു ഇൻ്റലിജൻസ് ഫെയില്യുവർ അല്ല, ഹ്യൂജ് ഇൻ്റലിജൻസ് ഫെയില്യുവറാണ് നടന്നിരിക്കുന്നത്. ഒരു സൈഡിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭയങ്കര മെച്ചമായിട്ട് യൂസ് ചെയ്യുമ്പം ഇവിടെ ഇറാനിലെ ഖൊമേനിയൻ സംഘം ഹ്യൂജ് ഇൻ്റലിജൻസ് ഫെയില്യുവറിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവൻ മോദിജി, അദ്ദേഹത്തിനും പല ഇൻ്റലിജൻസ് പാകപ്പിഴവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊന്നറിയണ്ടേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഇൻ്റലിജൻസ് ഫെയിലിയറിൻ്റെ ഡിസ്കഷൻ ചെയ്യുന്നതിന് മുമ്പേ ഇറാനിലെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സിനെ പറ്റി നമുക്കൊന്ന് പറയാം. ഇറാനിൽ ഒരു ഡോക്ടറിൻ ഉണ്ടായിരുന്നു, വിലായത്ത് എ ഫക്കി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ ഉണ്ട്. ആ ഡോക്ടറിൻ പ്രകാരം അടുത്ത ഖമേനി ഒരിക്കലും ഈ പഴയ ഖമേനിയുടെ മകൻ ആയിരിക്കരുതെന്നൊരു നിയമം ഉണ്ടായിരുന്നു. എന്നാൽ ആ നിയമം ഇന്ന് ലംഘിച്ചിരിക്കുകയാണ്. വിലായത്ത് എ ഫക്കി എന്ന് പറഞ്ഞ നിയമം ഒരു അടുത്ത സുപ്രീം ലീഡറിനെ എങ്ങനെ ഇലക്ട് ചെയ്യണം എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് 88 സീനിയർ ക്ലറിക്ക് അവർ വോട്ട് ചെയ്തിട്ടാണ് അടുത്ത സുപ്രീം ലീഡറിനെ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ടെമ്പററി സുപ്രീം ലീഡറിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ഒരു സുപ്രീം ലീഡർ മരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ വോട്ടിംഗ് ഒക്കെ നടന്നു വരുമ്പോൾ ഒരു സമയമുണ്ടല്ലോ, അതിന് മുമ്പ് ഒരു ടെമ്പററി സുപ്രീം ലീഡർ ഉണ്ടാക്കണം. അന്നേരം അത് പ്രസിഡൻറ്റ് പ്ലസ് ചീഫ് ജസ്റ്റിസ് പ്ലസ് കൗൺസിലിലെ മെമ്പർ ഉണ്ടല്ലോ, ഒരു ഗാർഡിയൻ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു 12 മെമ്പർ ഗാർഡിയൻ കൗൺസിലുണ്ട്, അതിൻ്റെ ഒരു മെമ്പറുണ്ട്. ഈ 3 പേരിലും അവർ തമ്മിൽ എഗ്രി ചെയ്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത് വന്ന ആളായിരുന്നു ആയത്തുള്ള അരാഫി, ഇൻറ്ററിം സുപ്രീം ലീഡറായിട്ട്. പുള്ളിയെ കൂടെ തട്ടിയെന്നാണ് ന്യൂസ് റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ എന്ത് ചെയ്യാനാണ്? പിന്നെ ഈ 88 പേര് വോട്ടിട്ട് ഈ വേറെ അടുത്ത ആളിനെ സെലക്ട് ചെയ്യണമല്ലോ നിയമം. പക്ഷേ അതിന് പോലും ശരിക്കും പറ്റിയില്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അവർ കോം എന്ന് പറഞ്ഞ് ഒരു സിറ്റി ഉണ്ട്, തെഹ്റാനിൽ നിന്ന് ഇച്ചിരി മാറിയാണ്, അതവരുടെ റിലീജിയസ് ഹെഡ് ക്വാർട്ടറാണ്. തെഹ്റാൻ ഒഫീഷ്യലി ക്യാപിറ്റലാണ്, പക്ഷെ കോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷിയ മേലാധികാരികളുടെയൊക്കെ ഒരു ആസ്ഥാനം. അവിടെ അവർ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴേ ഇസ്രായേൽ അവിടെയും ബോംബിട്ട് കുറേ പേരെ കൊന്നെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് വേറെ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പം അവരെന്ത് ചെയ്തെന്നറിയാവോ? മൊജ്തബ ഖൊമേനി, അല്ലെങ്കിൽ ഇപ്പം മരിച്ചുപോയ ആയത്തുള്ള ഖൊമേനിയുടെ മകനെ പിടിച്ച് ഇപ്പോഴത്തെ മേലധികാരി അല്ലെങ്കിൽ സുപ്രീം ലീഡറാക്കി മാറ്റി. ഇപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടുണ്ട്, ഇദ്ദേഹത്തിന് മനസ്സോടാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഈ മൊജ്തബ ഖൊമേനിക്കും അറിയാം യവൻ്റെ കാലം അടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം. അതെന്തുകൊണ്ടാണ്? ഇസ്രായേൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്, അടുത്ത ഖമേനി ഏതവനാണെന്ന് പറഞ്ഞാലും വി വിൽ ഫിനിഷ് ഹിം ഓഫ്. അന്നേരം ഈ ഓൾറെഡി ആയത്തുള്ള ഖൊമേനിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം പോലും ബാക്കിയില്ലാതെ എല്ലാവരെയും കൂടെ മുച്ചോടങ്ങ് മുടിപ്പിച്ച് കളഞ്ഞു. അവസാനം നിന്ന ഈ മൊജ്തബ ഖൊമേനിയ ഇദ്ദേഹത്തെ പിടിച്ച് ഖൊമേനിയാക്കി. വേറെ ആർക്കും ഈ 88 കൗൺസിൽ മെമ്പേഴ്സിനകത്തു നിന്ന് ആർക്കും ഈ ഖൊമേനി ആകാൻ ആഗ്രഹമില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഡെത്ത് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് ഒന്ന് നിർബന്ധിച്ച് തന്നെ ആയിരിക്കും ആക്കിയെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ പോകുന്നു. ഇറാനിലെ നെക്സ്റ്റ് സുപ്രീം ലീഡറാണ് മൊജ്തബ ഖമേനി. ഒരു പെർഫെക്റ്റ് ഇൻ്റലിജൻസ് ഫെയിലിയർ നടക്കണമെങ്കിൽ ഒരു ചെടി നമ്മൾ ഒരു മണ്ണിൽ നടന്നു പോലാണ്. അതിന് വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിൽ ആ ചെടി നല്ലപോലെ അങ്ങ് വളർന്നിരിക്കും. അന്നേരം ഇൻ്റലിജൻസ് ഫെയിലിയറിനും പറ്റിയ മണ്ണുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് ഫെയിലിയർ നടന്നിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, ഈ നേതാവുണ്ടല്ലോ ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹം എന്താണ് ഈ വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കാൻ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചു. വെളിയിൽ ഓൾറെഡി ശത്രുവുണ്ട്, ഇസ്രായേലും അമേരിക്കയും. എന്താ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹമാസ്, ഹൂത്തി, ഹെസ്ബുള്ള ഇങ്ങനെയൊക്കെയുള്ള ടെറർ പ്രോക്സീസിനെ ആക്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഈ വെപ്പൺസും ഒക്കെ കൊടുത്തിട്ട് ഈ ഇസ്രായേലിനെ അടിക്കുകയാണ്.
ഇസ്രായേൽ ആരാ മോനെ? ഇസ്രായേൽ ഒന്നിനെ കൂടെ തീർത്ത് കളഞ്ഞിട്ടാണ് ഇപ്പം തിരിച്ചങ്ങോട്ട് ഇറാനിന് വിരുദ്ധമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇറാനിന് വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു 2 കൺട്രി വാറായിട്ട് മാറാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖമേനി ആൻഡ് ഗ്രൂപ്പ് അവരുടെ അടിത്തറ വരെ പൊളിച്ചിരുന്നു. അതെങ്ങനെയാണെന്നറിയാമോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? നമ്മൾ ഒരു 2 മാസം നേരത്തെ ഉള്ള ഒരു ന്യൂസിലോട്ട് പോയാൽ മതി. അതിന് മുമ്പേ പൊളിയൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ എക്സാക്ട്ലി എത്ര എളുപ്പം ഇത് നടന്നെന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ജാനുവരി 8-നും 9-നും 10-നും ഒക്കെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ട് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവൻ നമ്മുടെ ന്യൂസ് മീഡിയ പോലും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 30,000-ൽ കൂടുതൽ ജനങ്ങളെ, സ്വന്തം ജനങ്ങളെ കൊന്നു ഈ മനുഷ്യൻ, ആയത്തുള്ള അലി ഖാമിനെയി. കാരണം എന്താണ്? അവിടുത്തെ ഇറാനി റിയാലിൻ്റെ വാല്യൂ അങ്ങ് ഇടിഞ്ഞിടിഞ്ഞ് പോയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഒരു പൈസയുടെ വില പോലും ഇല്ല, ഒരു പൈസയുടെ വില പോലും ഇല്ല അവിടുത്തെ ഒരു റിയാലിന്. അന്നേരം കടയിൽ പോയി സാധനം വാങ്ങാൻ പോകുമ്പോഴത്തെ ഇൻഫ്ലേഷൻ അങ്ങേ അറ്റമാണ്. ഈവൻ കടക്കാർക്ക് പോലും ഇത് വിൽക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അവരാണ് ഫൈനലി ഒരു പ്രൊട്ടസ്റ്റൊക്കെ അങ്ങ് തുടങ്ങിയിട്ട് അങ്ങ് നാട് നീളെ ഭയങ്കര പ്രൊട്ടസ്റ്റായിരുന്നു. സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല, സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇവരുടെ ഈ റിയാലിൻ്റെ വില അങ്ങ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോയി. ഇൻഫ്ലേഷൻ അങ്ങേ അറ്റത്തങ്ങ് മൂർധന്യാവസ്ഥയിൽ പോയി. അന്നേരം ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റും ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിപ്പോയി. പക്ഷേ ഈ നേതാക്കന്മാർക്ക് ഇതിനൊരു റെസൊല്യൂഷൻ ഇല്ലാതെ വന്നു. എന്താണ്? ഓൾറെഡി സാങ്ഷൻസ് അമേരിക്കയും ലോകമെമ്പാടും ഇവർക്ക് എഗേൻസ്റ്റ് ആയിട്ട് സാങ്ഷൻസ് തട്ടിയിട്ടുണ്ട്. ആ പാടെ 4 കാശിന് ചൈന ഇച്ചിരി എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇപ്പം അതും പോലും സീക്രട്ടീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ ജനങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാനോ ഈ നേതാവിന് പറ്റിയില്ല. ഇദ്ദേഹത്തിന് ആ തോക്കിൻ്റെ മറുപടിയോ കൊടുക്കാൻ പറ്റുള്ളൂ. 30,000 ജനങ്ങളെ കൊന്നു. നിങ്ങളൊന്ന് വിചാരിക്കുക, 30,000 ജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജാണ്. മോർച്ചറീസ് ഫിൽഡാണ്. ഐസ്ക്രീം ട്രക്സിനകത്താണ് ശവം കയറ്റിക്കൊണ്ട് പോകുന്നത്. ആ സംഗതിയൊക്കെ നിങ്ങളൊന്ന് ഓർത്തോണം. അന്നേരം നിങ്ങൾ വെളിയിലൊരു ശത്രുവിനെ ഉണ്ടാക്കിയതല്ല, അകത്ത് വരെ ധാരാളം ശത്രുക്കളുണ്ടാക്കി. ഇത് ഞാൻ വെറും ജനുവരിയിലെ മാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് മുമ്പ് കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ പല ശത്രുക്കളുണ്ടായിരുന്നു ഓൾറെഡി. അന്നേരം ഈ 30,000 നമ്മളൊന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഈ 30,000 പേരെ കൊന്നു. അന്നേരം 30,000 പേർക്ക് അവരെ സ്നേഹിക്കുന്ന, ഒരാളെ സ്നേഹിക്കുന്ന ഒരു 10-15 പേരെങ്കിലും കാണുമല്ലോ, കാണത്തില്ലേ? അന്നേരം ഒരു 5 ലക്ഷം പേര് ഓട്ടോമാറ്റിക്കലി വെറും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ ഖമേനിക്ക് വിരുദ്ധമായി മാറി. അന്നേരം 5 ലക്ഷം പേര് ഖമേനിക്ക് വിരുദ്ധമായിട്ട് മാറി. പക്ഷേ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. ബിക്കോസ് അവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടെ വെടിയുണ്ടൊക്കെ ഇരയാക്കുമല്ലോ. അന്നേരം എന്ത് ചെയ്തു ഇദ്ദേഹം വിചാരിച്ചു ഇതെല്ലാം സമാധാനമായി നടക്കും. പക്ഷേ ഇവരുടെ ഉള്ളിൽ കിടന്നു കലിപ്പ്, വൈരാഗ്യം. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? മൊസാദിൻ്റെ നെറ്റ്വർക്ക് ഫുള്ളുണ്ട്. എവിടാണ്? തെഹ്റാനിലും ഇറാനിലും എല്ലായിടത്തും. അവർ ഗ്രാജ്വലി അവരുമായിട്ട് കോണ്ടാക്റ്റ് വന്നു. എന്നിട്ട് ഇവരാണ് സ്പൈ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാണ്? ഇസ്രായേലിന് വേണ്ടി സ്പൈ ചെയ്യുന്നത്. ഇസ്രായേലിന് ഇത്ര വലിയൊരു സ്പൈയിങ് ആർമി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നേതാവിനെയാണ് തട്ടാൻ വയ്യാത്തത്? നമ്മളൊന്ന് വിചാരിക്കുക. അന്നേരം ഏത് നേതാവും അവരുടെ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തിലെ ഒരു സെറ്റ് ആൾക്കാരെ അദ്ദേഹത്തിന് എഗേൻസ്റ്റ് ആക്കി തീർത്ത് കഴിഞ്ഞാൽ ആ നേതാവിൻ്റെ കാര്യം കട്ടപ്പോഹയാണ്. അന്നേരം ഈ ഇൻ്റലിജൻസ് ഫെയിലിയറിന് ഞാനൊരു ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിച്ചുള്ളൂ. പക്ഷേ ഇങ്ങനെ പല ഇൻസ്റ്റൻസസ് ഉണ്ട്. അന്നേരം സ്പൈസ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തട്ടിക്കളയാൻ ഞാൻ എന്ത് ചെയ്യണം, എന്നെക്കൊണ്ട് എന്താകും, ഒരു ഇൻഫർമേഷൻ കൊടുക്കണോ, അത് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ ധാരാളമുണ്ട്. പിന്നെ എന്ത് വേണം? കംഫർട്ടബിൾ ലൈഫ്. എന്താ പറ്റിപ്പോകുന്നതെന്നറിയാവോ? ഈ ഡിക്റ്റേറ്റർസ്, ഏകാധിപതികൾ, അങ്ങനെയൊക്കെ ഉള്ള ഈ സെറ്റ് ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ടിറണി അഴിച്ചുവിടുന്ന ആൾക്കാർ. അവരുടെ ജനങ്ങളുടെ മുകളിലാണ് ടിറണി അഴിച്ചു വീഴുന്നത്. ടിറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്വംസിക്കുകയാണ് അവരെ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അണ്ണൻ 30,000 പേരെ വെറും 3 ദിവസം കൊണ്ട് തീർത്തെന്നുള്ള കാര്യം. അങ്ങനെ നമുക്ക് വേറെ പല ആൾക്കാരെ കുറിച്ച് അറിയാം. സദ്ദാം ഹുസൈനും അങ്ങനത്തെ ഒരു ഡിക്റ്റേറ്ററായിരുന്നു. സദ്ദാം ഹുസൈൻ പലരെയൊക്കെ തട്ടിയിട്ടുണ്ട്. പലരെ അല്ല, ഒത്തിരി പേരെ തട്ടിയിട്ടുണ്ട്. അന്നേരം സദ്ദാം ഹുസൈന് പേടിയില്ലായിരുന്നു. സദ്ദാം ഹുസൈൻ കംഫർട്ടബിൾ ആയിരുന്നു. സദ്ദാം ഹുസൈൻ എന്താണ് വിചാരിച്ചത്? അത് അമേരിക്ക ഇങ്ങനെ ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കിയെന്ന് പറഞ്ഞാൽ അവസാനം കുറേ ബോംബൊക്കെ കൊണ്ടിടും, നമ്മളും യുദ്ധം ചെയ്യും, നമ്മുടെ ഗാർഡ്സും നമ്മുടെ പട്ടാളമൊക്കെ യുദ്ധം ചെയ്യും, കുറേ പട്ടാളക്കാരെ ആകും, ഞാൻ പക്ഷേ പിന്നെ വീണ്ടും അധികാരത്തിൽ തന്നെ ഇരിക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ സദ്ദാം ഹുസൈന് എന്ത് പറ്റിപ്പോയെന്നുള്ള കാര്യം. അതുപോലെ തന്നെ മുഅമ്മർ ഗദ്ദാഫി, അദ്ദേഹത്തിനും അറിയാമായിരുന്നു
അദ്ദേഹം ഒരു ഗുണ്ടായിരുന്നു. അന്നേരം ഗുണ്ടായെക്കാട്ടിയും വലിയ ഗുണ്ട ആരാണ്? അമേരിക്കയാണ്. അന്നേരം ഈ വലിയ ഗുണ്ടായുമായിട്ട് ചെറിയ ഗുണ്ട ഇടയത്തില്ല, പക്ഷെ സൈഡിൽ നിന്നൊക്കെ ഒരു കളിയൊക്കെ കളിച്ചിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് ട്രൈബൽ ലോയൽറ്റീസിലോടായിരുന്നു വലിയ കാര്യം. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അവരുടെ നാട്ടിൽ തന്നെ ആവശ്യം പോലെ ഉണ്ടായത്. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം ഇപ്പോഴത്തെ രാജാവ് പോലാണല്ലോ. അന്നേരം മറ്റുള്ളവരെ കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ സഹായിക്കുമെന്നാണ്. അങ്ങനെ പറ്റിയില്ല. അവർ ശത്രുക്കളായിരുന്നു. അവർ ശത്രുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ ഈ ബോസ് കളിച്ച് നടന്നതൊക്കെ അത് അവർ തിരിച്ച് തക്ക സമയത്തിന് ഒറ്റിക്കൊടുത്ത് അങ്ങ് പരിപാടി പറ്റിച്ചു. അങ്ങനെ മുഹമ്മദ് അലി ഗദ്ദാഫി, ഒസാമ ബിൻ ലാദൻ എന്താണ് പറ്റിയത്? പാകിസ്ഥാനിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ ഒരു CIA കണ്ണും വരുത്തില്ല. അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല. അമേരിക്ക അവിടെ ഇവിടെ അഫ്ഗാനിസ്ഥാനിലും എവിടെയൊക്കെ തപ്പിത്തേടി നടക്കട്ടെ, ഞാൻ പാകിസ്ഥാനിൽ അവിടെ ജലാലാബാദിലാണെന്ന് തോന്നുന്നു, അവിടെ സുഖമായിട്ട് ഞാൻ ജീവിക്കുകയാണ്, നോ പ്രോബ്ലം. അദ്ദേഹം മൊബൈൽ ഫോൺ എടുക്കത്തില്ല, അങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കത്തില്ല. അന്നേരം ഒരു കണക്ടിവിറ്റി പോലും ഇല്ലാതിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ എന്നെ ആരും ഒറ്റിക്കൊടുക്കാനും ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിലായിരുന്നു. ഇതെല്ലാം കംഫർട്ടബിൾ ആയി വരുവാണ് ഇവർ. നമുക്കറിയാം. പിന്നെ നസറല്ല എന്ന് പറഞ്ഞ ഒരു അണ്ണനുണ്ടല്ലോ, നമ്മുടെ ഹെസ്ബുള്ളയുടെ അണ്ണൻ. അയാൾ എന്ത് ചെയ്തു? അദ്ദേഹം വിചാരിച്ച വാക്കി ടോക്കിയും ഈ മൊബൈൽ പേജറും ഒക്കെ കുഴപ്പമില്ല, ഈ മൊബൈൽ ഫോണിനാണ് പ്രശ്നം. പക്ഷേ ഇസ്രായേൽ അവിടെ നിങ്ങളുടെ ഓരോ മൊബൈൽ പേജറിനകത്ത് പടക്കം പൊട്ടിപ്പിച്ചിട്ട് എത്രയോ പേരെ കൊന്നു. അവസാനം എത്ര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാലും ഈ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടും. അതുതന്നെയാണ് ഖമേനിക്ക് പറ്റിയത്. അദ്ദേഹത്തിൻ്റെ പാറ്റേൺ CIA എത്രയോ വർഷങ്ങളായിട്ട് പഠിച്ചു വരികയാണ്. എന്നിട്ട് ഈ ഡേറ്റ എല്ലാം AI അടിച്ചു വിടുന്നത്. AIക്ക് അറിയാം ഇദ്ദേഹം അടുത്ത മൂവ്സിനകത്ത് എവിടത്തൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ ഖമേനി ചേട്ടൻ അങ്ങനെ ഒരു ദിവസം കൊല്ലപ്പെട്ടു. പൊതുവെ ഇദ്ദേഹത്തിൻ്റെ വിചാരം രാത്രിയിലായിരിക്കും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു നിശ്ചിത ദിവസത്തിൽ പകൽ നടന്നു അറ്റാക്ക്. അതെവിടെയായിരുന്നു? ഇദ്ദേഹം യൂഷ്വലി ബങ്കറിൻ്റെ കീഴിൽ ഒളിച്ചിരുന്ന അണ്ണൻ ബങ്കറിൻ്റെ മുകളിൽ കയറി വന്നു. എന്നിട്ട് IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇദ്ദേഹത്തെ കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ മറ്റേ ഇസ്രായേലിൻ്റെ ചാരന്മാരെ എങ്ങനെയൊക്കെ പരിപാടി പറ്റിച്ചു. ഇദ്ദേഹവും 40 ഇദ്ദേഹത്തിൻ്റെ ഹൈ ഡിഫൻസ് ഓഫീഷ്യൽസ് ഇൻക്ലൂഡിങ് മിനിസ്റ്റേഴ്സ് അവരൊക്കെ ഒരുമിച്ചിരുന്ന സ്ഥിതിക്ക് കുറേ 30 ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഇട്ടിട്ട് ആ ഏരിയ ഫുള്ള് തകർത്ത് കളഞ്ഞു. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പല ബില്യണയർ ഫാമിലി ബിസിനസ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഒരിക്കലും ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരു സമയത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് അവർ വന്നു ചേരത്തില്ല. അവർ എപ്പോഴും പാട്ടായിട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ മാറ്റിയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഒരു സ്ഥലത്ത് ഒരേ സമയം എന്തെങ്കിലും ഒരു ട്രാജഡി നടന്നു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സകല സ്വത്തും കൂടെ ഒറ്റയടിക്ക് നശിച്ചു പോകും. അതിന് പിന്നെ മുതലാളി ഇല്ലാതായി മാറും. മുതലാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ 2-3 സഹോദരങ്ങൾ ചേർത്ത് നടത്തുന്ന ഈ ബിർള പോലുള്ള ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പല ബിസിനസ്സസ് ഇന്ത്യയിലുണ്ട്, അമേരിക്കയിലും ഉണ്ട്. അവരുടെ നിയമം ഒരിക്കലും എല്ലാവരും കൂടെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് വരരുതെന്നാണ് നിയമം. ഈവൻ ഒരു സ്ഥലത്തോട്ട് അവർ പൊക്കോണ്ടിരിക്കുമ്പോൾ പോലും ഒരു വാഹനത്തിൽ അവർ പോകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ നിന്ന് മുംബൈയിലോട്ട് അവർ ഒരു 3-4 പേര് ഫ്ലൈറ്റ് പിടിച്ച് പോവുകയാണ്. അവർക്ക് ഈസി എന്തുവാണ്, എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റിൽ കയറി അങ്ങ് പോയാൽ പോരെ. പക്ഷേ ആ ഒരു ഫ്ലൈറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ 4 പേരും കൂടെ ഒരുമിച്ച് അങ്ങ് തട്ടിപ്പോകും. പിന്നെ കമ്പനി നടത്താൻ ആൾ കാണത്തില്ല. അന്നേരം എന്ത് ചെയ്യും? ഒരാൾ വേറെ ഒരു ഫ്ലൈറ്റ് പിടിക്കും, അല്ലെങ്കിൽ വേറെ ഒരു റൂട്ട് പിടിക്കും. ഇപ്പം നാഗ്പൂർ വഴി ഒരാൾ പോവും, ഒരാൾ ജയ്പൂർ വഴി പോവും, ഒരാൾ ഡയറക്റ്റ് പോവും. അങ്ങനെയൊക്കെയുള്ള ചില മാനേജ്മെൻറ്റ് ഇന്ത്യൻ കോർപ്പറേറ്റ്സ് തന്നെയല്ല, ഫോറിൻ കോർപ്പറേറ്റ്സ് എല്ലാം ചെയ്തിരിക്കും. എന്നാൽ അത് നമ്മുടെ ഇറാനിലെ മേലധികാരിക്ക് ചെയ്യാനുള്ള ഒരു മൂളയില്ലായിരുന്നോ? അതോ ഇൻ്റലിജൻസ് ഫെയിലുവർ എന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്തിനാണ് ഇവരെല്ലാം ഒരു സ്ഥലത്ത് കൂടി നിന്നത്? ഇദ്ദേഹത്തിൻ്റെ സകല ടോപ്പ് ഡിഫൻസ് ഒഫീഷ്യൽസും ഇദ്ദേഹവും കൂടെ ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് കൂടി നിൽക്കാൻ എന്താണ് കാര്യം? ബിക്കോസ് ഓൾറെഡി ഇവരൊരു പാഠം പഠിച്ചാണ്. എപ്പോഴാണെന്നറിയാമോ? നസറല്ലയെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെസ്ബുള്ള തീരാനായിട്ട് ഏക കാരണം എന്താണ്? എല്ലാവരും കൂടെ ഒരുമിച്ച് ബെയ്റൂട്ടിലെ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ബേസ്മെൻറ്റിൽ പോയി അവർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ഇസ്രായേൽ വന്ന് ബങ്കർ ബസ്റ്റർ ബോംബ് അടിച്ചിട്ട് എല്ലാവരെയും ഒറ്റയടിക്ക് തീർത്തു. അതോടുകൂടെ ഹെസ്ബുള്ളയുടെ കഥ കഴിഞ്ഞു. ഹെസ്ബുള്ള ഇപ്പോൾ ഏതാണ്ടൊക്കെ
ചോട്ടാ മോട്ടാ പടക്കം അടിച്ചു വിടുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമല്ല. ഇസ്രായേലിൽ പോയി ഒരു സ്ലാബ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതേ എല്ലാം കിടക്കുന്നു. ഇവൻ ലെബനോൻ ഗവൺമെന്റ് പോലും ഹെസ്ബുള്ളയ്ക്ക് വിരുദ്ധമായിട്ട് വന്നിരിക്കുകയാണ്. അന്നേരം ഈ ഒരു പാഠം ഓൾറെഡി അവരുടെ ഗ്രൂപ്പിനകത്ത് തന്നെ നടന്ന സ്ഥിതിക്ക് ഇദ്ദേഹം എന്താണ് പ്രിക്കോഷൻ എടുക്കാഞ്ഞെന്നുള്ള കാര്യം അത് ഇദ്ദേഹത്തോട് എവിടെയും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത പ്രശ്നം, ഇവർക്ക് സൈക്കോളജിക്കൽ ട്രാപ്പ് എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നു. ഇവർ ഇത്ര വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ മേലധ്യക്ഷനാണ്, ഇതിൻ്റെ മിനിസ്റ്റേഴ്സാണ്, ഇതിൻ്റെ ബ്യൂറോക്രാറ്റ്സ് ആണ്. ഇവർക്ക് സൈക്കോളജിക്കൽ ട്രാപ്പ് അറിയാൻ വയ്യാതെ എന്തുകൊണ്ട് പോയെന്നറിയത്തില്ല. ഓൾറെഡി കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായിട്ടുള്ള ആ യുദ്ധത്തിനകത്തും ഈ സൈക്കോളജിക്കൽ ട്രാപ്പ് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. എന്താണ് സൈക്കോളജിക്കൽ ട്രാപ്പ്? ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ ഡിസ്കഷന് വിളിക്കുകയാണ്. അമേരിക്കയും ഇറാനും കൂടെ ജനീവയിൽ പോയി ഡിസ്കസ് ചെയ്യുകയാണ്. ഡിസ്കസ് ചെയ്യുമ്പോൾ അവരൊരു പേപ്പർ കൊടുക്കും. അന്നേരം അവർ തിരിച്ച് പേപ്പർ കൊടുക്കുന്ന ആരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഇവിടെ ആയത്തുള്ളതായിട്ട് ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ സെൻട്രൽ ലീഡർഷിപ്പാണ്. അവർ ഈ ഇറാൻ്റെ ഉദ്യോഗസ്ഥർ ജനീവയിൽ പോയി അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യത്തിന് യേസെന്ന് മൂളണമെങ്കിൽ ഇപ്പുറത്തു നിന്ന് ആയത്തുള്ള പറയണം. അതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് ഒരു സെൻട്രൽ ലീഡർഷിപ്പിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്ന് അപ്രൂവൽ മേടിക്കുക. എന്നാൽ അമേരിക്കക്കാർക്ക് പ്രശ്നമില്ലായിരുന്നു. അമേരിക്കയിൽ ആരാണ് ഡീൽ ചെയ്യുന്നത്? സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും. അവർക്ക് അവിടെ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരുന്നു. അന്നേരം ഇതിനകത്ത് ഈ ഒരു സൈക്കിളുണ്ട്. അന്നേരം പറയാം ഓക്കെ നാളെ കൊണ്ടുവരാം, മറ്റന്നാൾ കൊണ്ടുവരാം, അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയത്തുള്ള മൂളി കഴിഞ്ഞിട്ട്. അന്നേരം ഇവർക്കറിയാം ഈ പരിപാടി നടക്കും. അന്നേരം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അയത്തുള്ളയും കൂടെ കംഫർട്ടബിളായി. അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യേസോനോ എന്ന് പറയും, നമ്മൾ യേസോനോ എന്ന് പറയും. ഇങ്ങനെ ഒരു സർക്കിൾ നടക്കുകയാണ്. പക്ഷേ ഈ യേസോനോയുടെ സർക്കിളിനകത്ത് എന്ത് ചെയ്യുന്നറിയാവോ? അമേരിക്ക മനസ്സിലായി ഈ അയത്തുള്ള ഈസ് നോട്ട് റെഡി. അപ്പോഴത്തേക്കാണ് വെച്ചൊരു അടിയടിച്ചത്. മനസ്സിലായോ? അതൊരു സൈക്കോളജിക്കൽ ട്രിക്കായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെ നടന്നായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ ഇവരെന്താ പാഠം പഠിക്കാത്തത്? ഇവൻ നസ്രയുടെ കാര്യം ഒരു ഓൾറെഡി നടന്നതാണ്. പക്ഷെ ഒരു പാഠം പഠിച്ചില്ല. പാഠം പഠിക്കുന്നത് അത് ഏത് കൺട്രിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ. അടുത്ത പ്രശ്നം, ആയത്തുള്ള ഖുമേനി ഒരിക്കലും ഫോണും കൊണ്ടൊന്നും നടക്കത്തില്ല. പക്ഷേ പ്രശ്നം വന്നത് എപ്പോഴാണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ഈ സെക്യൂരിറ്റി ലെവലിലെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ ഈ വോക്കി ടോക്കി ഫോൺസ് ഈ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിക്കാനല്ല. ഇദ്ദേഹം അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ സ്ഥലത്തുനിന്ന് നീ ടേക്ക് ഓവർ ചെയ്തോ, അങ്ങനെയൊക്കെയുള്ള ചില ടേക്കിംഗ് ഓവർ, ഹാൻഡിങ് ഓവർ അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ടല്ലോ. അതിനുവേണ്ടി അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവൻ ആ ഫ്രീക്വൻസി പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിലും തുറന്നായിട്ട് കിടക്കുന്നുണ്ട്. അതിന് എൻക്രിപ്ഷൻ പോലും ഇല്ലാതെ കിടന്ന സിഗ്നൽസ് ആയിരുന്നു. അന്നേരം പിന്നെ ഇസ്രായേൽ കയറി മേഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ? നിങ്ങൾ ശത്രുക്കളോട് ഡീൽ ചെയ്യുമ്പം ഭയങ്കര ഷ്രൂഡായിരിക്കണം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ടെഹ്റാനിലെ ട്രാഫിക് ലൈറ്റ് സിഗ്നൽസ് എല്ലാം മൊസാദ് ഹാക്ക് ചെയ്തു. അതിൽ പലതും ക്യാമറാസ് വരെ ഘടിപ്പിച്ചിരുന്നു. അന്നേരം ഇദ്ദേഹം ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് പോവുകയും വരികയും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ആ പാറ്റേൺസ് ആണ് ഇവരുടെ ഈ AI ബോട്ടിനകത്ത് അല്ലെങ്കിൽ AI മെഷീൻസിനകത്ത് കൊണ്ട് കൊടുത്തിട്ട് അവരാണ് പാറ്റേൺസ് അനലൈസ് ചെയ്യുന്നത്. അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ പോകും. ഇപ്പം പാറ്റേൺസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചിന്ത, നമ്മുടെ മോദിജിക്കും പല പാറ്റേൺസൊക്കെ ഉണ്ട്, സുഖമായിട്ട് അനലൈസ് ചെയ്യാം. ശത്രുക്കളുണ്ടെങ്കിൽ അവരങ്ങനെയൊക്കെ ചെയ്യാതിരിക്കത്തില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വന്ദേ ഭാരത് ഇനാഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ആര് വരണം? അത് ഒരു പാറ്റേൺ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു ഹൈവേ ഇനാഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈവേ കൂടെ ഒരാൾ മാത്രം ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പല പാറ്റേൺസ് ഉണ്ട്. അന്നേരം അത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് അവർ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മളെക്കാട്ടും ഷ്രൂഡാണ് നമ്മുടെ ശത്രു രാജ്യം എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാനൊന്നും മറക്കല്ലേ. So till we meet again, peace.